ഹലോ ഫ്രണ്ട്സ്, ഇന്ന് രാവിലെ ഞാൻ ചോളപ്പൊടി കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ചില ബാല്യകാല സ്മരണകൾ ഓടി വന്നു. ഞാൻ കൊഴുനാൽ LPSൽ എൻ്റെ അമ്മ പഠിപ്പിച്ചിരുന്ന സ്കൂളിൽ തന്നെയാണ് LP ക്ലാസ്സുകൾ പഠിച്ചിരുന്നത്. അവിടെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ കൊച്ചേട്ടൻ എന്നു പേരുള്ള ഒരാളുണ്ടായിരുന്നു. കൊച്ചേട്ടൻ കുട്ടികൾക്കെല്ലാം പ്രിയങ്കരനായിരുന്നു. എൻ്റെ ഓർമ്മയിൽ കൊച്ചേട്ടനെ കാണുമ്പോഴെല്ലാം കൊച്ചേട്ടൻ്റെ കയ്യിൽ നല്ല മൂർച്ചയുള്ള ഒരു പേനാക്കത്തി ഉണ്ടാവും. കുട്ടികൾക്ക് പെൻസിൽ വെട്ടിക്കൊടുക്കാനാണത്. ഏതു കുട്ടിയും പുതിയൊരു പെൻസിൽ വാങ്ങിച്ചാൽ കൊച്ചേട്ടനെ കൊണ്ടേ വെട്ടിക്കുകയുള്ളൂ. പെൻസിൽ കട്ടർ കൊണ്ട് വെട്ടുന്നതിനേക്കാൾ നല്ല ഭംഗിയായി വെട്ടി തരികയും ചെയ്യും. വെള്ളി ശനി ദിവസങ്ങളിൽ വാങ്ങിയാൽ പോലും അത് തിങ്കളാഴ്ച രാവിലെ സ്കൂളിൽ വന്ന് കൊച്ചേട്ടനെ കൊണ്ട് വെട്ടിച്ചാലേ കുട്ടികൾക്ക് തൃപ്തിയുള്ളൂ. കൊച്ചേട്ടൻ ഉപ്പുമാവ് ഉണ്ടാക്കുന്നതും രുചികരമായിട്ടായിരുന്നു. എന്നാൽ കൊച്ചേട്ടൻ്റെ ഉപ്പുമാവ് കൊതി തീരെ തിന്നാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയില്ല. കാരണം ഇന്നത്തെ പോലെ ഉച്ചഭക്ഷണം എല്ലാ കുട്ടികൾക്കും ഉള്ളതല്ല. വരുമാനം അനുസരിച്ച് അപ്ലൈ ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അപ്ലൈ ചെയ്യാത്ത ചില കുട്ടികൾ പോയി കഴിക്കുമെന്ന് പറഞ്ഞാലും ഞങ്ങൾ അധ്യാപകരുടെ കുട്ടികൾ ആരും കഴിക്കില്ല. കാരണം ഞങ്ങൾ അധ്യാപകരുടെ കുട്ടികൾ കുറേ പേരുണ്ട്. അതുകൊണ്ട് തന്നെ അമ്മമാർ പറയും, നിങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചോറുണ്ടാൽ മതി. എങ്കിലും ഇടയ്ക്കൊക്കെ ചുറ്റിക്കറങ്ങി കൊച്ചേട്ടൻ പാചകം കഴിയുമ്പോഴത്തേക്കും നമ്മളവിടെ ചെന്ന് കൊച്ചേട്ടനറിയാൻ ചുറ്റിക്കറങ്ങി വരുന്നതിൻ്റെ ഉദ്ദേശം. പതുക്കെ കൈക്കകത്ത് സ്വല്പമൊക്കെ ഇട്ട് തരും, അത് തിന്നിട്ട് പോരും. അതുപോലെ തന്നെ ഈ ഉച്ചയാകുമ്പോഴത്തേക്കും ഈ ഉപ്പുമാവിൻ്റെ മണവും, അതുപോലെ കുട്ടികൾ അന്ന് പാത്രങ്ങളൊന്നുമല്ല കൊണ്ടുവരുന്നത്, ഇല വാട്ടി മടക്കി പുസ്തകത്തിനകത്ത് വെച്ചുകൊണ്ട് വരും. ഇതിൻ്റെ എല്ലാം കൂടെ മണം നമുക്ക് സഹിക്കുകയില്ല. അപ്പോൾ ഇന്ന് രാവിലെ ഇതുണ്ടാക്കിക്കൊണ്ടിരുന്നപ്പം കൊച്ചേട്ടനെയാണ് ഓർത്തത്. ചിലരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്ന ചിലരെങ്കിലും കൊച്ചേട്ടനെ അറിയുന്നവരുണ്ടാകും. ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ എല്ലാ സ്കൂളിലും ഇതുപോലെ ഏതെങ്കിലും ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഉണ്ടാകും. കമൻറ്റ് ചെയ്യണം കേട്ടോ. കൊച്ചേട്ടൻ്റെ ആത്മശാന്തിക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഓക്കെ, ബൈ.